നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സ്റ്റാലി അവധക്കുടിച്ചാനോട് ചോദിച്ചു, അല്ല അപ്പച്ചൻ ഇത് പോണില്ലേന്ന് ചോദിച്ചു. അല്ല എടാ, അത് പിന്നെ ഇന്ന് ഞാൻ അപ്പച്ചൂന് പുനലൂർക്ക് പോകേണ്ടത് അത് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എടാ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മാറ്റി വെച്ചു. ഞാൻ നാളെയോ അങ്ങനെ പോന്നുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടതും സ്റ്റാലി ഒന്ന് അത് കുടിച്ചാനും നോക്കി. അതെന്താ അപ്പച്ച അങ്ങനെ പറഞ്ഞു? അല്ല അത് പിന്നെ ഞാനേ അവളോട് സംസാരിച്ച് തീർന്നില്ല അലീനയോടെ. കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. അത് ശരി. അല്ല എനിക്ക് തോന്നുന്ന അപ്പച്ചന് ഇന്നും നാളെ ഒന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അതങ്ങനെയാ. പിന്നെ ഒരു കാര്യമുണ്ട് അപ്പച്ച, അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അവൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, മർമ്മം നോക്കി ഓരോ ചോദ്യങ്ങൾ. അതിനൊക്കെ ചിലപ്പോൾ നമ്മൾ ഉത്തരം പറയാനായിട്ട് പെടാപ്പാട് വിടും. എടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നീ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാ. ഒരു പെങ്കൊച്ചുള്ളതല്ലേ. ഇനി ചോദിച്ചു, ഇവിടെ നിന്റെ കുടിയും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാലി പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എൻ്റെ കാര്യങ്ങളിൽ ആരും തീരുമാനം എടുക്കുന്ന എനിക്കിഷ്ടമില്ല. എടാ അതൊക്കെ പണ്ട്. പക്ഷെ അവളുടെ സ്വഭാവം അറിയാലോ. അവള് മറ്റൊരു ചിഹ്നമയാ, നിന്നെ വരച്ച വരെ നിർത്തും. പിന്നെ അതിന് ഈ സ്റ്റാൻലി ഒരു 2ാം ജന്മം ഉണ്ടാവണം, എങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വെല്ലുവിളിച്ചിട്ടാണ് അത് കുടിച്ചാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. സ്റ്റാൻലി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, അപ്പച്ചൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ള രീതിയിൽ. ഈ സമയത്ത് കടപ്പാട്ട് വീട്ടില് ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെ അടുക്കള തകൃതിയായിട്ടുള്ള ജോലിയിലാണ്. അങ്ങനെ ബബിത ഒരു കറി ഉണ്ടാക്കിയിട്ട് കൃഷ്ണമോളോട് ചോദിച്ചു, അല്ല ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇത്തിരി ഉപ്പ് കൂടിപ്പോയോ എന്നൊരു സംശയം. അങ്ങനെ കൃഷ്ണ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് കുഴപ്പമില്ല ചേച്ചിന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ഇത്തിരി ഉപ്പ് കൂടിയാൽ എന്താ, അതൊന്നും പ്രശ്നമില്ല, നീ ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നീട് ബബിത പപ്പടം കാച്ചുവാണ്. അപ്പോഴേക്കും രോഹിത്ത് ചോദിച്ചു, അല്ല ഇതിൻ്റെ ഉപ്പ് ഞാൻ നോക്കണം. അടാ അങ്ങനെ ഇപ്പം ഉപ്പ് നോക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് രോഹിത്ത് ഒരു പപ്പടം എടുത്തിട്ട് കഴിക്കാനായിട്ട് കഴിക്കുകയാണ്. അപ്പോഴേക്കും ബബിത എന്ത് ചെയ്തു, പോയി ഒരൊറ്റ ഒരു പൊട്ടീര് കൊടുത്തു. പപ്പടം മൊത്തം രോഹിത്തിന്റെ മുഖത്തോടെ ഇതൊക്കെ ആയി. എടി നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇട്ട് ഓടിക്കുവാണ് രോഹിത്ത്. അങ്ങനെ ഓടി വരുമ്പോഴത്തേനും വൈജയന്തി അവിടെ നിൽക്കുന്നു. വൈജയന്തി രൂക്ഷമായിട്ട് നോക്കി. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ഈ രോഹിത്തേണ്ട ഒരു കാര്യം അമ്മയെന്ന് പറഞ്ഞു. എന്താടി ഇവിടെ നാണമില്ലേ നിനക്ക് എന്താ വിചാരം? കൊച്ചു കുട്ടിയാണെന്നാണ് നിന്റെയൊക്കെ വിചാരം എന്നും പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറയണം അവര്. പക്ഷേ എങ്കിലും വൈജയുടെ ചീത്ത കേട്ടിട്ടൊന്നും ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക്. രോഹിത്ത് പറഞ്ഞു, അമ്മേ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞു. അല്ല നിങ്ങളെന്താ അടുക്കളയില്? ആഹാ ഇതാ അപ്പം നന്നായത്. അടുക്കള കയറാതെ എന്തേലും കഴിക്കാൻ പറ്റുമോ? വെച്ചുണ്ടാക്കണ്ടേ? നിങ്ങളോട് ആരാ അടുക്കള കയറി ഉണ്ടാക്കാൻ പറഞ്ഞേ? കുറേ സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തൊക്കെ ഒച്ചയും ബഹളം കലബല ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെയാ. ഇതെന്താന്ന് ചോദിച്ചു. അമ്മേ അടുക്കള കയറുമ്പോൾ കുറച്ച് ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു ബബിത പറഞ്ഞു. എടി മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണം അടുക്കളയെന്ന്. ഇതായപ്പം നന്നായത്. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അമ്മേ ഇവിടെ ആരെങ്കിലും വെച്ചുണ്ടാക്കിയല്ല കഴിക്കാൻ പറ്റുള്ളൂ. ഓ ഇന്നലെ വരെ അവളുണ്ടായിരുന്നല്ലോ ജോലിക്കാരി, വേലക്കാരി അലീന. ബബിത പറഞ്ഞു, അലീന ചേച്ചി വേലക്കാരിയൊന്നും ആയിരുന്നില്ല. അലീന ചേച്ചി ഇവിടെ അടുക്കള കയറുന്ന സമയത്ത് ഞങ്ങളും അടുക്കള കയറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്നെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ പഠിച്ചെടുത്തു, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ഈ അമ്മയ്ക്ക് കുശുമ്പ അസുഖം കൂടിയിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണമോള് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അതൊന്നും പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അത് ശരിയാ, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാനും പോകുന്നില്ല. അമ്മ അതിനൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യും. ഈ സമയത്ത് അവധി കുടിച്ചാനും ആൻ്റെപ്പനും കൂടെ സിറ്റ് ഔട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് അവിടുത്തെ ഒരു ജോലിക്കാരൻ വരുന്നത്. എടാ നീ പോയിട്ട് 3-4 ദിവസം ആയല്ലോ, 2 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് പോയതല്ലെന്ന് ആൻ്റപ്പൻ ചോദിച്ചു. എന്ത് പറയാനാ എൻ്റെ ആൻ്റപ്പൻ ചേട്ടാ, വീട്ടിൽ ചിലപ്പോൾ 100 പ്രശ്നങ്ങളെ. കൊച്ചിന് പനി, പിന്നെ ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കര നടുവിന് വേദനയും കാര്യങ്ങളും, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എടാ ആ കാര്യം ഒന്ന് വിളിച്ച് പറയാൻ മേലായിരുന്നോ എന്ന് അവധി കുടിച്ചാൻ ചോദിച്ചു. അത് പിന്നെ ഞാൻ ആൻ്റപ്പൻ ചേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ. എടാ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പറയണം. നീ ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ സ്റ്റാലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈജുവിനെ കൊണ്ട് എപ്പോഴും വണ്ടി എടുപ്പിക്കാൻ പറ്റില്ല, ബൈജുവിൻ്റെ കൈ അങ്ങ് തെളിഞ്ഞിട്ടുമില്ല. അത് കേട്ടതും അവൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, എന്നാലും അത് കുടിച്ച് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പോയിട്ട് അവനെ കാണാൻ നോക്ക്, അവനോട് പോയി കണ്ട കാര്യങ്ങൾ പറ സ്റ്റാലിയോടെന്ന് പറഞ്ഞു. ശരി കുട്ടിച്ചായ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിച്ചാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആൻ്റപ്പം പറഞ്ഞു, നീ ഇവിടെ പോയതിന് ശേഷം കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. എന്ത്? അതൊക്കെ നിനക്ക് മനസ്സിലായിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നേരെ അടുക്കളയിലേക്ക് വന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പലൂസ് ചോദിച്ചു, എടാ നീ ഇതെവിടെ പോയതായിരുന്നു? 3-4 ദിവസമായല്ലോ പോയിട്ട്.
ഓഹ് എന്ത് പറയാനാ, ഈ കല്യാണം കഴിക്കാതെ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതാ. അങ്ങനെയൊക്കെ ഉണ്ട്, പ്രാരാബ്ദങ്ങൾ കൂടുന്നേ. പേടിച്ചെന്ന് കഴിയുമ്പോൾ 100 പ്രശ്നങ്ങളാ. ശരി എടാ, നീ പോയതിന് ശേഷം എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചെന്നറിയോ? എന്ത്? എടാ, കേണൽ സാബിന്റെ മോളാന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്നു. എന്നിട്ടോ അവളെന്തിയെ? അവള് രാജകീയമായിട്ടല്ലേ ഇവിടെ സ്വീകരിച്ച് വെച്ചിരിക്കുന്നത്. ഒന്നും പറയണ്ട. എന്താ അവളുടെ പേര്? അലീനെന്നോ മറ്റോ. കൊള്ളാലോ, നല്ല പേരാണല്ലോ. നല്ല പേരൊക്കെ തന്നെയാ, നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. അല്ല ബൈജു എന്തിയെ? അവനെ രാവിലെ തോട്ടത്തിലേക്ക് അങ്ങോട്ട് കേണൽ സാബ് പറഞ്ഞയച്ചു. എങ്കിൽ ഒരു കാര്യം ചെയ്യാം പരസേട്ടാ, എനിക്ക് നല്ലൊരു കാപ്പി എടുക്കുക, ഞാനീ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ്. വന്ന് മുറിയിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം ബാലേന്ദ്രൻ ഒന്ന് നിന്നു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എനിക്ക് അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അല്ല, അതിപ്പോ എന്നോട് പറയേണ്ട കാര്യം എന്താ? പറയേണ്ട ഒരു മര്യാദ ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാ. മര്യാദയോ? നിനക്കാ? ബാലേന്ദ്രൻ ഒന്ന് ചിരിച്ചു. അത് കൊള്ളാലോ. എടി, മര്യാദ എന്ന് പറയുന്ന അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്ന് നിനക്കറിയാവോ? അത് കേട്ടതും വൈജു പറഞ്ഞു, അതെ അർത്ഥവും കാര്യങ്ങളൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഒന്നുമില്ലേലും ഞാൻ ഡിഗ്രി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ പഠിക്കേണ്ട സമയത്ത് നാട് തണ്ടി നടന്ന് പോകുമൊന്നും അല്ല ചെയ്തേ. അതപ്പോൾ ബാലേന്ദ്രനെ കുത്തി പറഞ്ഞാണ്. ബാലേന്ദ്രൻ അത് മനസ്സിലാവുകയും ചെയ്തു. ഓ, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, നീ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്താ ബാലേന്ദ്രൻ അങ്ങനെ ഒരു പറച്ചില്? അല്ല, നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരിക്കില്ലല്ലേ അല്ലേന്ന് ചോദിച്ചു. അതെ ബാലേന്ദ്ര, ഞാനൊരു കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ കാറ് മൊത്തം ടോട്ടൽ ഡാമേജ് ആയി. ഇനിയിപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. നിനക്ക് വാങ്ങാലോ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഒരു ലോൺ എടുക്കണം. ഓ, അതിൻ്റെ ആവശ്യം എന്താ? നിനക്ക് സ്വന്തമായിട്ട് ഭയം കണ്ടല്ലോ, അങ്ങോട്ട് കൈയിട്ട് വാരിയെടുത്ത് അങ്ങ് എടുത്താൽ പോരെ. അതെ ബാലേന്ദ്ര, ഇത് കളിയാക്കൊന്നും വേണ്ട. ഇത് എനിക്ക് ഒരു പ്രീമിയം കാർ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ജാമ്യം നിന്നാൽ മതി എന്ന് പറഞ്ഞു. ജാമ്യം നിൽക്കാനോ? ഞാനോ? നീ നിന്റെ ആങ്ങളമാരെ പോയി വിളിക്കുക. എന്തിനും ഏതിനും വിളിച്ചാൽ വെളിപ്പുറത്ത് അവരുണ്ടല്ലോ, അവരെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ മതി. എന്നെ ഇതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ബാലേന്ദ്രൻ കയറി പോകാൻ തുടങ്ങിയപ്പോൾ ബൈജ വിടാൻ ഭാവമില്ല. ബൈജ പറഞ്ഞു, അതെ എനിക്ക് അലീനെ പോലെ ഒരു ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞു. അലീനെ പോലെയോ? എടി, അലീനെ പോലെയുള്ള ഒരു ജോലിക്കാരിയെ നിനക്കിനി കിട്ടത്തില്ല. നിനക്ക് കിട്ടും ജാനകിയെയോ അല്ലെങ്കിൽ കുഞ്ഞുമോളെ പോലെയോ ഭവാനിയെ പോലെ ഉള്ള ഏതിനെങ്കിലും ഒന്നിനെ. നീ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ അങ്ങോട്ട് വിളിച്ചോ. ഓ, അപ്പൊ ബാലേന്ദ്രൻ നോക്കത്തില്ലല്ലേ? ഞാൻ ഇതിന് നോക്കണം. അതെ, ഇപ്പൊ ഇവിടെ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഫുഡൊക്കെ ആര് വെച്ചോളുമ്പോൾ? അതെ, എൻ്റെ കുട്ടികൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. നിനക്ക് വേണമെങ്കിൽ ജോലിക്കാരിയെ വെച്ചോ, പക്ഷേ എനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ വെച്ചുണ്ടാക്കി തന്നോളും. അതിനൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് ബാലേന്ദ്രൻ കയറിപ്പോയി. കാരണം തടിയേറ്റ പോലെ നിൽക്കുകയാണ് വൈജ. ഒന്ന് കൊടുത്താൽ 9 ബാലേന്ദ്രൻ തിരിച്ചു കൊടുത്തോണ്ടിരിക്കണേ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ വിനോദ് വേഷമൊക്കെ മാറി സിറ്റൗട്ടിലേക്ക് വരുവാണ്. ആ പൗലോസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പൗലോസിനോട് വന്നിട്ട് ചോദിച്ചു, അല്ല പൗലോസേടാ, ആ പെങ്കുച്ചിനെ ഇതിലായിട്ടും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻ്റപ്പൻ അങ്ങോട്ട് വന്നു. ആൻ്റപ്പനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൗലോസ് പറഞ്ഞു, അല്ല ആൻ്റപ്പൻ ചേട്ടാ, അവൾ എന്തിയെ? അവൾ മുറി വല്ലതും കാണുമായിരിക്കും. അപ്പോഴേക്കും വിനോദ് പറഞ്ഞു, ഓ അവളെ ഒന്ന് വിളിക്കും, ഞാനൊന്ന് കാണട്ടെ. എടാ, അവൾ ചിലപ്പോൾ തോട്ടത്തിലേക്ക് പോകാനായിട്ട് ഇപ്പം തന്നെ വരുമായിരിക്കും, അപ്പം നിനക്ക് കാണാലോ എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഔത് കുടിച്ചാൻ വരുന്നത്. എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല. അപ്പോഴേക്കും പൗലോസ് ചോദിച്ചു, അല്ല കുട്ടിച്ചായനെ അവളെ ഇവിടുന്ന് ഓടിക്കുന്നു പറഞ്ഞ് വന്നല്ലേ, എന്നിട്ട് എന്തായി? അതെ, അങ്ങനെയൊന്നും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലടാ പോലോ. അതെന്താ അങ്ങനെ? അതൊക്കെ അങ്ങനെ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ല കുട്ടിച്ചായ, ഇവിടുന്ന് പറഞ്ഞു വിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വേറെ എവിടെയായാലോ അങ്ങനെ എവിടെയെങ്കിലും കൂടെ നിർത്തിയാൽ പോരെ. എടാ, അത് നിന്റെ മക്കളുടെ കാര്യത്തിൽ നീ അങ്ങനെ എന്ത് വെള്ളം ചെയ്തോ. പക്ഷേ ഇതങ്ങനെയല്ല. എൻ്റെ മകൻ്റെ മോളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചോളും, ഞങ്ങൾ തീരുമാനിച്ചോളാം. പറഞ്ഞു കേട്ടല്ലോ? അല്ല, അത് പിന്നെ ഞാൻ കുട്ടിച്ചായ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ? നിന്നോട് പറയുന്ന പണി മാത്രം നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അതെ, സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മുറക്കുമെന്ന് പറഞ്ഞവനക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അതാ എനിക്കും അറിയത്തില്ലാത്ത എന്ന് ആൻ്റപ്പനും പറഞ്ഞു. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അലീനെ പറഞ്ഞു വിടുന്ന, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ അത് കുടിച്ചാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് അലീനെ വന്നില്ല, തെഫട്ട പോയിരിക്കുക. എവിടെ എന്താന്ന് അറിയത്തില്ല. അങ്ങനെ ആൻ്റപ്പനെ വിളിച്ചു. ആൻ്റപ്പൻ വന്നു. എന്താ കുട്ടിച്ചായ? അതെ, അവളെന്തേ? അവളെ മുറി കണ്ടില്ലല്ലോ.
ഞാനിവിടെ റെഡിയായിട്ട് നിൽക്കുവാന്ന് പറഞ്ഞു. അയ്യോ അത് പിന്നെ ഒന്നെങ്കിൽ മുറിയിലില്ലെങ്കിൽ ചിലപ്പം നായക്കൂടിന് അഴിയെ കാണും, അല്ല അടുക്കള കാണും, ഈ 2 സ്ഥലത്ത് കാണാൻ വഴിയുള്ളെന്ന് പറഞ്ഞു. എടാ പെൺകുട്ടികളാണ്, അങ്ങനെ വേണം. അല്ലാതെ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാം ഫോണിനകത്തേക്ക് കുനിഞ്ഞിരിക്കും. ഈ കുനിഞ്ഞിരിപ്പ് കർത്താവിൻ്റെ മുന്നിൽ ഇരിക്കുമായിരുന്നെങ്കിൽ എന്നെ എല്ലാത്തിനും സ്വഭാവം മാറി കിട്ടിയാലെന്ന് പറഞ്ഞു. നീ പോയി നോക്കിയിട്ടോ അവൾ എന്ത് ചെയ്യാന്ന്. അങ്ങനെ പോയി അലീനെ ആൻ്റെപ്പം വിളിച്ചുകൊണ്ട് വരുവാണ്. വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആനപ്പനോട് ഇനി നീ എന്ത് കാണിക്കാൻ നിൽക്കുക, ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ സംസാരിക്കട്ടെ. ഓ പാലം കിടക്കുന്നവരൊന്നും വരെ നാരായണ. അതേടാ നീ തൽക്കാലത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ആൻ്റപ്പൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അലീനയോട് പറഞ്ഞു, അലീന നീ ഇപ്പോൾ റെഡിയായിട്ട് വാ. എന്തിനാ? അല്ല നമുക്ക് എസ്റ്റേറ്റ് ഒന്ന് കാണാൻ പോകണ്ടെന്ന് വെച്ചോ. അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പച്ച? കാണാൻ പോകണം, നീ പോയി റെഡിയായിട്ട് വരാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അത് പിന്നെ എന്തിനാ? അതെ അറിഞ്ഞിരിക്കണ്ടേ എന്തൊക്കെയുണ്ട് എങ്ങനെയാ ഉള്ളതെന്നൊക്കെ, അതിൻ്റെ പ്രവർത്തനമൊക്കെ അറിഞ്ഞിരിക്കണ്ടേന്ന് ചോദിച്ചു. അതെന്തിനാ വലിയപ്പിച്ച? അല്ല നിനക്കൂടെ അവകാശപ്പെട്ടല്ലേ അതല്ല. അതെ ഞാൻ ഇവിടുത്തെ സ്വത്തൊന്നും മോഹിച്ച് വന്നൊന്നും അല്ല വലിയപ്പിച്ച, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന്. അറിയാലോ ഞാൻ ഇത്രയും കാലം എവിടെയാ ജീവിച്ചേന്ന്. അതേ തുടങ്ങി, നിന്നോട് പോയി റെഡിയായിട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ റെഡിയാ, ഇത് മതി വലിയപ്പച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻ്റപ്പനെ വീണ്ടും വിളിക്കുകയാണ്. ആൻ്റപ്പാന്ന് പറഞ്ഞ് വിളിച്ചു. എന്തോ? അതെ പോയി സ്റ്റാലിയോട് പറ ഞങ്ങളിവിടെ റെഡിയായിട്ട് നിൽക്കും, അവനോട് ഇറങ്ങി വരാൻ പറയാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പോയി സ്റ്റാലിയോട് പറഞ്ഞു. പിന്നീട് ആൻ്റപ്പൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബൈജു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, വണ്ടി ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ആൻ്റപ്പനും കൂടി ചെന്നിട്ട് കൂടി ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുവാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാലിനി അങ്ങോട്ട് ഇറങ്ങി വന്ന് ജീപ്പിലേക്ക് കയറുവാണ്. പെട്ടെന്ന് ബൈജു പറഞ്ഞു, കേരളസഭ ഞാനും കൂടെ വരാം, ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിലോ? വേണ്ട ഇന്ന് നീ വരേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അലീന അവതക്കുടിച്ചാൻ്റെ കൈയും പിടിച്ചങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ വിനോദൊന്ന് നോക്കുവാണിങ്ങനെ, കൊള്ളാലോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവതക്കുടിച്ചാനോടായിട്ട് സ്റ്റാലി പറഞ്ഞു, എങ്കിൽ നമുക്ക് പോയാലെന്ന് വെച്ചു. പോകാമെന്ന് പറഞ്ഞു. അലീന നീ വന്ന് ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞു. അല്ല അത് വേണ്ട, വലിയപ്പച്ച ഫ്രണ്ടിൽ കയറിക്കോളും. നിനക്ക് കാഴ്ചകളൊക്കെ കണ്ടല്ലേ, നീ ഫ്രണ്ടിൽ കയറിയാൽ മതി. അത് കുടിച്ചാൻ പറഞ്ഞു, ഞാൻ പുറകെ കയറി ഇരുന്നോളാം മോളെ, ഞാൻ കുറേ കാഴ്ചകളൊക്കെ കണ്ടോളാം അല്ലേ, കുറേ ഇരുന്നിട്ടുള്ള, നീ ഫ്രണ്ടിൽ കയറിയാൽ മതി, നീ തന്നെയാ ഫ്രണ്ടിൽ കയറേണ്ട ആളെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, വേണ്ട പപ്പ ഞാൻ പുറകിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. എന്താ നിനക്ക് ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ലേ, ഞാൻ പറയുന്നത് കൂടെ കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ ഇടുവാണ് സ്റ്റാൻലി. അലീന ആകെപ്പാടെ വല്ലാതായിപ്പോയി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.